അതിനൊപ്പം എന്തുകൊണ്ടാണ് കിരൺദാസ് മുരളിയെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വേടനെ, അനുജൻ വേടനെ, നിങ്ങൾ ഈ പറഞ്ഞ മകനെ പോലെ കാണുന്ന വേടനെ, കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുന്ന വേടനെ ഈ പഞ്ചാരമണിലേക്ക്, ഈ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇല്ലെങ്കിൽ ആ ചോദ്യം നിങ്ങളിപ്പോൾ ചോദിക്കണം. നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നതായി ഞങ്ങളൊക്കെ മനസ്സിലാക്കണം. ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. വേടൻ ചിലത് പറയുന്നുണ്ട്, വേടൻ ചിലത് പാടുന്നുണ്ട്. വേടൻ പറയുന്നതും പാടുന്നതും അനുഭവിച്ച തീച്ചൂളയിൽ നിന്നുമുണ്ടായ ജീവിതാനുഭവത്തിന്റെ അഗ്നിയിൽ നിന്നുമുള്ള ചില സ്ഫുരണങ്ങളാണ്. എന്താ വേടൻ പറയുന്നത്? എല്ലാ മനുഷ്യരെ കുറിച്ച്, മണ്ണിന്റെ മക്കളെ കുറിച്ച്, കാടിന്റെ മക്കളെ കുറിച്ച്, കടലിന്റെ മക്കളെ കുറിച്ച്, തെങ്ങിൽ കയറി ചെത്തു തൊഴിലാളികളായ മനുഷ്യരെ കുറിച്ച്, പാടത്ത് പണിയെടുക്കുന്ന അമ്മമാരെ കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പിന്നാമ്പറങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കുറിച്ച്, എത്ര വലിയ പ്രൗഢിയിൽ ജീവിച്ച് ജനിച്ചു വന്നാലും ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച്, അതിനകത്ത് കേവലം ജാതിയല്ല, കേവലം മതമല്ല, എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ മനുഷ്യന് വേണ്ടിയാണ്. മതങ്ങളും ജാതികളും ഇസങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യനെ മറക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ പറയട്ടെ, പാടട്ടെ, തിരിച്ചറിയിക്കട്ടെ. അത് തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് വേടൻ നടത്തുന്ന, കിരൺദാസ് മുരളി നടത്തുന്ന ശ്രമങ്ങൾ. പ്രിയങ്കരായ അനുജൻ ശ്രീ കിരൺദാസ്, പ്രിയപ്പെട്ട ശ്രീ കിരൺദാസ് മുരളി, പ്രിയപ്പെട്ട അനുജൻ വേടൻ, അനുജൻ അങ്ങ് ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ മനുഷ്യന്റെ നെഞ്ചിൽ തൊടുന്ന ആശയങ്ങളാണ്. ആ ആശയങ്ങൾക്കാണ് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ പിന്തുണ എന്ന കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞു. ഇന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലർ പറയും വേടൻ ജാതി പറയുന്നുവോ, വേടൻ ജാതി വേർതിരിവുണ്ടാക്കുന്നുവോ എന്നൊക്കെ ചോദിക്കാൻ ചില ആൾ ശ്രമിക്കുന്നുണ്ടാവും. നോ, നമ്മൾ കേട്ട പാട്ടിലും നമ്മൾ കണ്ട വാക്കിലും നമ്മൾ ചെവി അലയടിക്കുന്ന ചില ശബ്ദങ്ങളിലും നോ, വേടൻ അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയെ കുറിച്ചോ ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ചോ ആരെങ്കിലും അവഗണിക്കാനോ ശ്രമിച്ചിട്ടില്ല. പാഠപുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ട വേടന്റെ പാട്ടോ കവിതയോ ഇനി ആര് പരാതി കൊടുത്താലും ചാൻസലർമാർ എത്ര വിശദീകരണം ചോദിക്കപ്പെട്ടാലും വേടൻ, ഏത് ചാൻസലർമാർ വിശദീകരണം ചോദിക്കപ്പെട്ടാലും വേടന്റെ ശബ്ദത്തിന് മലയാളിയുടെ മനസ്സുണ്ട് എന്ന് പറയുന്നു. കടന്നു വരികയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഷാഫി പറമ്പിലും കറുത്ത കുപ്പായമാണ് ഇന്ന് സന്ദർഭോചിതമായി അണിഞ്ഞിരിക്കുക. കറുപ്പും